അല്ല ടിൻഡു, നിന്നെ കുറിച്ച് അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞു, ശരിയാണോ? എന്താ പറഞ്ഞതെന്ന് പറ. നീ ഇപ്പോ ഭയങ്കര പഠിത്തമാണെന്ന്. ശരിയാ, ഇത്തവണ മൊത്തം A+ കിട്ടി. ദൈവമേ, നീ എന്താ നന്നാവാൻ തീരുമാനിച്ചോ? എന്ന് പറഞ്ഞ എല്ലാ ക്രെഡിറ്റും ഡുണ്ടുവിനാ. ഓ, അവളുടെ കൂടെയല്ലേ കമ്പൈൻ സ്റ്റഡി? ഏയ് അല്ല, അവളുടെ അടുത്തിരുന്നാ ഞാൻ പരീക്ഷ എഴുതിയത്. അതെ ശരി. അല്ല ടിൻഡു, നിങ്ങളുടെ മോഹന മാഷക്ക് ചെങ്കണ്ണ് പിടിച്ചല്ലേ? ആര് പറഞ്ഞു? മാഷ് ഞാൻ ഇന്നും കണ്ടതാണല്ലോ. അല്ല, ഡൊണ്ടു പറഞ്ഞല്ലോ മാഷ് ക്ലാസ് എടുക്കാൻ വന്നപ്പോ കൂളിംഗ് ഗ്ലാസ് ഇട്ടെന്ന്. അതുള്ളതാ, അത് ചെങ്കണ്ണ് കൊണ്ടൊന്നും അല്ല. പിന്നെ അതൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ് വരുമ്പോ മിക്ക മാഷുമാരും കൂളിംഗ് ഗ്ലാസ് വെക്കും. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചേ. അതിന് കാരണം വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. നീയോ? എന്നെ നോക്കുമ്പോഴാ അവരത് വെക്കുന്നത്. അതിന്റെ കാരണം പറയടാ. ഞാനാ ക്ലാസ്സിൽ ഏറ്റവും ബ്രൈറ്റ് സ്റ്റുഡന്റ്. ടിൻഡു, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ? എടാ, അച്ഛൻ പ്ലാവമ്മേ കേറാൻ പോവാ. നീ പോയൊന്ന് കേറണ്ടാന്ന് പറഞ്ഞേര്. എല്ലേലേ ബാലൻസ് ഇല്ലാത്ത മനുഷ്യനാ. എന്തിനാ അച്ഛനെ കൊണ്ട് പറ്റാത്ത പണിക്ക് പോവാൻ പറഞ്ഞത്? ടിൻഡു, ഞാൻ ചക്ക ഇടാൻ കേറാൻ പോവാ. ഞാൻ നിലത്തേക്കിടും, നീ കേറി പിടിച്ചോണം കേട്ടോ. ചക്ക പിടിക്കണ അല്ലേ? അച്ഛാ, ഇത് ചക്കയാ, മാങ്ങയല്ല. ചുമ്മാ താഴെ ഇട്ടേച്ചാ മതി. എന്നാ നീയും കൂടി കേറ്. ഞാനില്ല, അച്ഛനൊരു കാര്യം ചെയ്യ്. ഏതേലും ബംഗാളികളെ വിളിച്ചോ, അവര് കേറിക്കോളും. ബംഗാളി 800 രൂപ അങ്ങ് എണ്ണി കൊടുക്കണം. ഞാനെന്തായാലും കേറാൻ പോവാ. എന്നാ ശരി, അച്ഛൻ കേറ്. അയ്യോ, ആരേലും ഒന്ന് ഓടി വരണേ. അയ്യോ, എന്റെ കാല് പോയേ. ആരാ ശശിയുടെ ബന്ധുക്കള്? ഞാൻ മോനാ. വലിയ കുഴപ്പമില്ല, കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, കുറച്ച് രക്തം പോയി. പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ ഡോക്ടർ? അല്ല, ആക്സിഡന്റ് എത്ര മണിക്കാ നടന്നത്? 10 മിനിറ്റ് മുമ്പ്. 10 മിനിറ്റ് മുമ്പോ? എന്റെ വീട് 2 കിലോമീറ്റർ ദൂരെയാ. എന്നാലും 10 മിനിറ്റ് എന്ന് പറയുമ്പോ ഇത്ര സ്പീഡിൽ എങ്ങനെ എത്തി? ആക്ച്വലി അച്ഛൻ പ്ലാവിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ സുന്ദരേട്ടനെ വിളിച്ചു പറഞ്ഞു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് റെഡിയായി നിക്കാൻ. അച്ഛൻ പ്ലാവിന്ന് വീഴുമെന്നുള്ളത് ആദ്യമേ ഉറപ്പുള്ള കാര്യമല്ലേ, അതുകൊണ്ട് ഞാനൊന്ന് റെഡിയായി നിന്നു. അച്ഛൻ എന്ന് കാണുന്നതാ. ഇന്ന് നിങ്ങളുടെ ഡ്രോയിങ് മാഷ് ലീവാ. സന്തോഷം എന്ന് കരുതി സുഖിച്ചിരുന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാം. മാഷുക്ക് വരക്കാനറിയോ? പിന്നെ ഞാൻ ഭയങ്കര ഡ്രോയർ അല്ലേ. അത് ശരി, അത് പുതിയ അറിവാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു പേജ് എടുക്ക്, അതിലൊരു പാമ്പിനെയും ഒരു കീരിയെയും വരക്കി കാണട്ടെ. ഓക്കെ മാഷേ. ഇതാ മാഷേ, പാമ്പും കീരിയും. കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ട്. ടിൻഡു, നിന്റെ പടം ഒന്ന് കാണട്ടെ. എന്താടാ ഇത്? പാമ്പ്. പാമ്പോ? ഇതിന്റെ തല എവിടെ? തലയിലെ മുമ്പില്. അതിന് കണ്ണും മൂക്കും എവിടെ? പാമ്പിനെവിടാ മൂക്ക് മാഷേ? മൂക്ക് മാഷോ? മോഹന മാഷെന്ന് വിളിയടാ. മാഷേ, പാമ്പ് തിരിഞ്ഞു നിക്ക, അതുകൊണ്ട് കാണാത്തെ. കഷ്ടം. അല്ല, ഇതില് കീരി എവിടെ? കീരി. കീരിയെയും വരക്കാൻ ഞാൻ പറഞ്ഞില്ലേടാ. അത് ആക്ച്വലി ഞാൻ വരച്ചതാ. എന്താന്നറിയില്ല, പാമ്പിനെ കണ്ടതാണെന്ന് തോന്നുന്നു. കക്ഷി ഒരു ഒറ്റ ഓട്ടം. നീ കണ്ടില്ലേ, നമ്മുടെ അമ്മിണി ചേച്ചിയുടെ മോൻ ലീവിന് വന്നു. ആരുടെ കാര്യമാ നീ പറയുന്നേ? നമ്മുടെ അശോകേട്ടനില്ലേ, ആ പുള്ളിയാ. ഏത്? ആ പൊക്കം കുറഞ്ഞ തടിച്ചിരുണ്ടാൾ. അത് തന്നെ. പുള്ളിയൊക്കെ ആരാ പട്ടാളത്തിലെടുത്തത്? ഇപ്പം കാണണം, തടിയൊക്കെ പോയി, നല്ല കട്ടിങ്സാ. അവിടുത്തെ ചിട്ടയായിരിക്കും. ഞാൻ ഭാവിയില് പട്ടാളക്കാരനായാലോ എന്ന് ആലോചിക്കാം. നീയോ? കുഴിമടിയാനായ നീ പട്ടാളത്തിൽ പോയാലുള്ള അവസ്ഥയെ അശോകേട്ടനാവാമെങ്കിൽ എനിക്കും ആവാം. പിന്നെ മൂപ്പര് പട്ടാളത്തിൽ നിന്ന് വന്നപ്പോഴുള്ള വേഷം കാണണം. എന്താ, സാധാരണ കാക്കി പാൻസ് അല്ലേ ഇടാറ്? ഇത് കാക്കി ബർമുടയാ. സാധാരണ മുട്ടൻ തോക്കല്ലേ ഉണ്ടാവാറ്, ഇതൊരു ചിന്ന തോക്ക്. എല്ലാം പകുതിയാണല്ലോ. ശരിയാ, സാധാരണ പട്ടാളക്കാർക്കൊക്കെ 6 അടി ഉയരമെങ്കിലും ഉണ്ടാവും. പുള്ളിയാണേ ആകെ 5 അടിയാ. അതെന്തായിരിക്കും കാരണം? ഇപ്പൊ പിടികിട്ടി. പുള്ളിയെ ഒരു അർദ്ധ സൈനികനാ.
ദേ നോക്കിയേ, നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം ഉടനെ നടത്തണം. അതെന്തേ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അവക്ക് പ്രായം എത്രയായെന്നാ? നീ ഇങ്ങനെ ധൃതി കൂട്ടിയാലോ? യോജിച്ചൊരു ചെക്കനെ കിട്ടണ്ടേ? യോജിച്ച ചെറുക്കൻ. എന്നിട്ട് ഞാൻ അവളുടെ അത്രയായിരുന്നപ്പോ എന്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് യോജിച്ചൊരു ചെക്കന് വേണ്ടി കാത്തിരുന്നില്ലല്ലോ. അത് ശരി, അതിനർത്ഥം ഞാനൊരു കിഴങ്ങനാണെന്നല്ലേ? അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. എനിക്കൊരു കാര്യത്തിലേ സങ്കടമുള്ളൂ. ഏത് നശിച്ച നേരത്താണ് നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നത്? എന്റെ കഷ്ടകാലത്തിന്. അതേടി, എന്റെ ജീവിതത്തില് എനിക്കൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. അതേത് തെറ്റാ? അതാണ് എന്റെ മുമ്പില് ഈ മഞ്ഞസാരി ഉടുത്തിരിക്കുന്ന സ്ത്രീ, നിന്റെ അമ്മ. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു. അതെന്താടാ? ഭാവിയിൽ എന്തായാലും അച്ഛൻ എനിക്ക് പെണ്ണന്വേഷിക്കണ്ട. അയ്യോ, അതെന്താ മോനെ? സ്വന്തം കാര്യത്തിൽ തെറ്റുപറ്റിയ അച്ഛന് എന്റെ കാര്യത്തിലും തെറ്റു വരാതിരിക്കുവോ?